ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. രക്ഷകനെ കാണുവാൻ വർഷങ്ങളോളം കാത്തിരുന്ന വൃദ്ധ ദൈവദാസനായ ശിമയോൻ ക്രിസ്തു സംഭവത്തിലെ വളരെ തിളക്കമുള്ള ഒരു കഥാപാത്രമാണ്. ലൂക്കോസ് 2-ാം അധ്യായത്തിലെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന അനേകം ആത്മീയ ചിന്തകൾ ഉണർത്തുന്നതാണ്. ഈ പ്രാർത്ഥന ഇപ്പോഴും തിരുവചനത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലൂക്കോസ് 2-ാം അധ്യായം. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ശിമയോന്റെ ഈ പ്രാർത്ഥന സമാധാനത്തോടെ വിടവാങ്ങുവാനുള്ള പ്രാർത്ഥന മാത്രമായിരുന്നില്ല. നിത്യരക്ഷകനെ കാണുവാൻ കാത്തിരുന്ന ഒരു ജീവിതത്തിൻ്റെ പരമസാക്ഷ്യവും കൂടിയാണ്. ശിമയോന്റെ ഈ പ്രാർത്ഥനയിലെ ചില ആത്മീയ മർമ്മങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഒന്ന്, തളരാതെ പ്രതീക്ഷയോടെ നമ്മൾ ദൈവത്തിൻ്റെ മറുപടിക്കായി കാത്തിരിക്കണമെന്നാണ് ശിമയോന്റെ ജീവിത സാക്ഷ്യം. ശിമയോൻ നീതിമാനും ദൈവഭക്തനുമായിരുന്നു. ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരുന്നുവെന്നും പരിശുദ്ധാത്മാവ് അവനിലുണ്ടായിരുന്നുവെന്നും തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മടുപ്പും നിരാശയും കൂടാതെ അവൻ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിനായി അനേകം വർഷങ്ങളാണ് കാത്തിരുന്നത്. കാലങ്ങൾ കടന്നുപോയിട്ടും ദൈവത്തിൻ്റെ അരുളപ്പാടിലുള്ള വിശ്വാസം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ വൈകിയതായും പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാത്തതായും തോന്നിയേക്കാം. എന്നാൽ ദൈവത്തിൻ്റെ കലണ്ടറിലെ കാലതാമസം പ്രാർത്ഥനയുടെ നിഷേധമല്ല. ദൈവത്തിൻ്റെ സമയം മാറ്റമില്ലാത്തതാണ്. അത് തീർച്ചയായും കാലത്തികവിൽ നിവൃത്തിയാകും. ഈ പ്രത്യാശ ഉറപ്പിക്കുന്നതാണ് ഹബക്കൂക്ക് പ്രവാചകന്റെ വാക്കുകൾ. 2-ാം അധ്യായം 3-ാം വാക്യം. ദർശനം അതിൻ്റെ സമയം കാത്തിരിക്കുകയാണ്. ആ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു. അതിന് മാറ്റമുണ്ടാവില്ല. അത് വൈകുന്നെങ്കിൽ അതിനായി കാത്തിരിക്കുക. അത് തീർച്ചയായും വരും. അത് താമസിക്കുകയില്ല. രണ്ടാമതായി, ശിമയോൻ സമാധാനം കണ്ടെത്തിയത് തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളിലായിരുന്നില്ല, മറിച്ച് താൻ കണ്ടുമുട്ടിയവനിലാണ്. ഇപ്പോൾ ദൈവമേ, എനിക്ക് സമ്പത്തും മാനവും ധാരാളമുണ്ട്, ഞാൻ സമാധാനത്തോടെ പോകട്ടെ എന്ന് ശിമയോൻ പറഞ്ഞില്ല. അവൻ പറഞ്ഞു, ഞാൻ നിന്റെ രക്ഷ കണ്ടു. ജീവിതത്തിൽ യഥാർത്ഥ സംതൃപ്തി ലഭിക്കുന്നത് സമ്പത്തിൽ നിന്നോ നേട്ടങ്ങളിൽ നിന്നോ ജനങ്ങളുടെ കരഘോഷങ്ങളിൽ നിന്നോ ഒന്നുമല്ല, മറിച്ച് ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നതിൽ നിന്നാണ്. ജീവിതത്തിൽ പീഡനങ്ങളും കാരാഗ്രഹവും അനുഭവിച്ചപ്പോഴും ഭാഗ്യവാനായ പൗലോസ് അപ്പോസ്തലൻ ഒട്ടും നിരാശനായില്ല. നിധിയുള്ള വയൽ നേടിയ വ്യാപാരിയുടെ സന്തോഷമായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം പറഞ്ഞു,
എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. ഫിലിപ്പിയർ 1:21. ജീവിതം ക്രിസ്തുവിനോട് കൂടിയാണെങ്കിൽ നമുക്ക് തീർച്ചയായും സമാധാനമുണ്ടായിരിക്കും. ആശ്രയം യേശുവിലാണെങ്കിൽ ഹൃദയത്തിൽ തീർച്ചയായും ആശ്വാസം ഉണ്ടാകും. നമുക്ക് ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെടുമ്പോഴും ക്രിസ്തു ഉണ്ടെങ്കിൽ നമ്മളെല്ലാം നേടിയ സമ്പന്നരാകും. ക്രിസ്തുവിനെ ഉദരത്തിൽ സ്വീകരിച്ച മേരി മാതാവ് പറഞ്ഞു, അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഭൗതിക നേട്ടങ്ങളൊന്നുമില്ലായിരുന്ന മേരിക്ക് ലഭിച്ച വലിയ കാര്യം എന്തായിരുന്നു? അത് ക്രിസ്തുവിനെ ലഭിച്ചതാണ്. മൂന്നാമത്, തന്റെ വാഗ്ദത്തം നിവൃത്തിയാകുന്നതുവരെ ശിമയോൻ ദൈവത്തോട് ചേർന്ന് നിന്നു. വർഷങ്ങൾക്ക് മുമ്പ് ദൈവം നൽകിയ വാഗ്ദത്തം നിവൃത്തിയായപ്പോൾ ശിമയോൻ ദേവാലയത്തിലായിരുന്നു. അവൻ പ്രാർത്ഥനയിലും കൂട്ടായ്മയിലും ആരാധനയിലുമൊക്കെ തുടരുകയായിരുന്നു. ദൈവത്തിന് അവനോട് സംസാരിക്കാൻ കഴിയുന്ന സ്ഥലത്ത് തന്നെ അവൻ തുടർന്നു. യെശയ്യാപ്രവചനം 40:31. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തി പുതുക്കും. നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ നമ്മൾ നിവർത്തിച്ചുകൊണ്ടിരിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ ശിമയോനിൽ നിന്ന് നമുക്ക് പഠിക്കുവാനുണ്ട്. എന്തൊക്കെയാണത്? ആരാധനയിൽ പങ്കെടുക്കുക, നിരന്തര പ്രാർത്ഥന ശീലമാക്കുക, കർത്താവിന്റെ ന്യായപ്രമാണം ധ്യാനിക്കുക, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുക. ഇതൊക്കെ സാന്നിധ്യബോധത്തോടെയുള്ള കാത്തിരിപ്പിന്റെ അത്യാവശ്യ ഘടകങ്ങളാണ്. ചെറിയ കാര്യങ്ങളിൽ നമ്മൾ വിശ്വസ്തരാകുമ്പോൾ ദൈവം വലിയ വാതിലുകൾ നമുക്ക് മുമ്പിൽ തുറക്കും. അല്പത്തിൽ വിശ്വസ്തരായവരെ അധികത്തിന് അധികാരികളാക്കും. അവസാനമായി, ഒരു സാധാരണ പൈതലായ യേശുക്കുഞ്ഞ് ലോകത്തിന്റെ രക്ഷിതാവാണെന്ന് ശിമയോൻ തിരിച്ചറിഞ്ഞു. ദരിദ്ര മാതാപിതാക്കളുടെ കയ്യിലെ ശിശുവായിട്ടാണ് യേശു പൈതൽ ദേവാലയത്തിൽ വന്നത്. എന്നിട്ടും ശിമയോൻ പൈതലിന്റെ മാഹാത്മ്യം തിരിച്ചറിഞ്ഞു. രക്ഷകനെ കാണുവാൻ ഒരുങ്ങി കാത്തിരുന്ന ശിമയോന് ദൈവം നൽകിയ പ്രത്യേക ആത്മീയ അനുഗ്രഹമായിരുന്നു അത്. സെലിബ്രിറ്റികളെയും അത്ഭുതങ്ങളെയും തിരയുന്ന പലർക്കും ദൈവത്തെ മിസ് ചെയ്യാറുണ്ട്. ദൈവം പലപ്പോഴും സൗമ്യമായ വഴികളിലൂടെയാണ് നമ്മുടെ അടുക്കൽ വരുന്നത്. അത് നമ്മെ സ്പർശിക്കുന്ന തിരുവചനത്തിലെ ഒരു വാക്യമായിരിക്കാം. പ്രാർത്ഥനയിൽ നമ്മൾ കേൾക്കുന്ന ഹൃദയമർമ്മരമായിരിക്കാം. മനസ്സിൽ ദൈവം തരുന്ന ശാന്തമായ ഉൾക്കാഴ്ചയായിരിക്കാം. സ്വർഗത്തിൽ നിന്ന് ലഭിക്കുന്ന ലളിതമായ അനുഗ്രഹമായിരിക്കാം. ഇതൊക്കെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ദൈവ സാന്നിധ്യങ്ങളാണ്. 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിലെ
ദൈവത്തിൻ്റെ സമീപനങ്ങളെക്കുറിച്ചുള്ള പ്രഖ്യാപനം വളരെ ശ്രദ്ധേയമാണ്. ശാന്തമായുള്ള ഒരു കൊടുങ്കാറ്റ് യഹോവയുടെ മുമ്പിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. എന്നാൽ കാറ്റിൽ യഹോവയില്ലായിരുന്നു. കാറ്റിന്റെ ശേഷം ഒരു ഭൂകമ്പമുണ്ടായി. ഭൂകമ്പത്തിലും യഹോവയില്ലായിരുന്നു. ഭൂകമ്പത്തിന്റെ ശേഷം ഒരു തീ. തീയിലും യഹോവ ഇല്ലായിരുന്നു. തീയുടെ ശേഷം സാവധാനത്തിൽ, നിശബ്ദതയിൽ ഒരു മൃദുസ്വരമുണ്ടായി. 46-ാം സങ്കീർത്തനം. ശാന്തമായിരിക്കുക, മൗനമായിരിക്കുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. നമ്മുടെ സാധാരണ ജീവിതാനുഭവങ്ങളിൽ പോലും ദൈവ സാന്നിധ്യം തിരിച്ചറിയുവാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രത്യേക വിവേചനവരമാണ്. ശിമയോൻ വിശ്വസ്തയോടെ കാത്തിരുന്നു. ദൈവം തന്റെ വാഗ്ദാനം നിറവേറ്റി. അന്ന് വാക്ക് പാലിച്ച അതേ ദൈവം ഇന്നും വാക്ക് പാലിക്കുന്നവനാണ്. അതുകൊണ്ട് രോഗശാന്തിക്കായി, ജീവിത മുന്നേറ്റത്തിനായി, മാർഗനിർദ്ദേശത്തിനായി, പുനഃസ്ഥാപനത്തിനായി, അനുരഞ്ജനത്തിനായി കാത്തിരിക്കുന്നവർ ശിമയോനെ മാതൃകയാക്കണം. എന്താണ് ശിമയോന്റെ മാതൃക? കാത്തിരുന്നു, വിശ്വസിച്ചു, അന്വേഷിച്ചു, ആരാധിച്ചു. ഈ സമീപനങ്ങളോടെ നമ്മൾ ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കുമ്പോൾ നമുക്കുള്ള ദൈവത്തിൻ്റെ പ്രോമിസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് വരും, നിവൃത്തിയാകും. ഇല്ല, താമസിക്കില്ല. കൃപയുള്ള ഞങ്ങളുടെ പിതാവേ, സമർപ്പിത ഹൃദയത്തോടെ കാത്തിരുന്ന ശിമയോന്റെ ജീവിത സാക്ഷ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. സ്വന്തം ജീവിതത്തിൽ ക്ഷമയോടെ കാത്തിരിക്കുവാൻ നാഥ ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങയുടെ സാന്നിധ്യത്തിൽ വേരൂന്നുവാനും ഞങ്ങളുടെ സമയത്തിനായി കാത്തിരിക്കുവാനും എല്ലാ ജീവിതാനുഭവങ്ങളിലും അങ്ങയുടെ കൈകൾ തിരിച്ചറിയുവാനും നാഥ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാ ഹൃദയങ്ങളെയും അവിടുന്ന് ശക്തിപ്പെടുത്തണമേ. ഞങ്ങളിൽ നിന്ന് നിരാശയും നിരുത്സാഹവുമൊക്കെ അകറ്റി പ്രത്യാശയിൽ ഞങ്ങളുടെ മനസ്സിനെ സജീവമാക്കണമേ. ക്രിസ്തുവിനോടൊപ്പമുള്ള ഞങ്ങളുടെ ദൈനംദിന ആത്മീയ യാത്രയിൽ അവിടുത്തെ നിത്യരക്ഷ ഞങ്ങളുടെ ആത്മീയ കണ്ണുകൾ കൊണ്ട് കാണുവാൻ ഇടയാകണമേ. ലോകത്തിന് നൽകാൻ കഴിയാത്ത സമാധാനം ദൈവമേ അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമേ. ക്രിസ്തുയേശുവിൻ്റെ വിസ്മയനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.